റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇംഗ്ലണ്ടിൽ കൗൺസിൽ ടാക്സിൽ വൻ വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കൗൺസിൽ ടാക്സ് സംവിധാനം പഴഞ്ചനായതാണെന്നും 1991 വീടുകളുടെ വിലകളെ ആശ്രയിച്ച് ഇന്നും ടാക്സ് ഈടാക്കുന്നത് വലിയ അനീതി വരുത്തുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. വീടുകളുടെ ഇപ്പോഴത്തെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കി ടാക്സ് പുതുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നടപ്പിലാക്കിയാൽ സൗത്ത് ഇംഗ്ലണ്ടിലും പ്രത്യേകിച്ച് ലണ്ടനിലും കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമായി മാറും. ഉദാഹരണത്തിന് വെസ്റ്റ്മിൻസ്റ്ററിലെ ശരാശരി കൗൺസിൽ ടാക്സ് 410% വരെ ഉയരും. കെൻസിംഗ്ടൺ ആൻഡ് ചെൽസിയിലും വാൻസ്വർത്തിൽ 166% മുതൽ 358% വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം നോർത്ത് ഇംഗ്ലണ്ടിലെ പല നഗരങ്ങൾക്കും വലിയ ആശ്വാസം ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുടിയേറ്റ വിസകളുടെ ദുരുപയോഗം തടയുവാനും അനധികൃതമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് തടയുവാനുമായി കർശന നടപടികളുമായി ബ്രിട്ടീഷ് സർക്കാർ രംഗത്തെത്തി. വിദേശ തൊഴിലാളികളുടെ നിയമനം സംബന്ധിച്ച വിദേശ തൊഴിലാളികളുടെ നിയന്ത്രണം ബ്രിട്ടീഷ് പൗരന്മാർക്കും നിലവിൽ രാജ്യത്തുണ്ടായിരുന്ന നിയമാനുസൃത കുടിയേറ്റക്കാർക്കും തൊഴിൽ അവസരങ്ങൾ ഉറപ്പിക്കുവാനുമാണ് സർക്കാരിന്റെ നീക്കം. അനധികൃത തൊഴിലും വിസ ലംഘനവും ഇനി അനുവദിക്കില്ല. ഈ തൊഴിലവസരങ്ങൾ ആദ്യം നാട്ടുകാരുടെയും നിയമാനുസൃത കുടിയേറ്റക്കാരുടെയും അവകാശമാണ് എന്നും ഹോം സെക്രട്ടറി ഇവറ്റ് കൂപ്പർ വ്യക്തമാക്കി. ബ്രിട്ടനിലെ നിയമവിരുദ്ധ തൊഴിലാളികളെ നിയമിച്ചതിന്റെ പേരിൽ വൻ തിരിച്ചടി കിട്ടിയ ഒരു തൊഴിൽ രംഗം കെയർ സേവന മേഖലയാണ്. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തിനുള്ളിൽ 10 സ്ഥാപനങ്ങൾക്ക് മാത്രം ചുമത്തിയ പിഴ ഏകദേശം 6 ലക്ഷം പൗണ്ടാണ്. ബൈക്കിൽ ലോകം ചുറ്റാനിറങ്ങിയ ഇന്ത്യക്കാരന്റെ വാഹനം UK സഞ്ചരിക്കുന്നതിനിടെ മോഷ്ടിക്കപ്പെട്ടു. ഓഗസ്റ്റ് 31 യോഗേഷ് അലോകാരി എന്ന സഞ്ചാരിക്ക് പണി കിട്ടിയത്. നോട്ടിംഗ്ഹാമിലെ ഒരു സുഹൃത്തിനെ സന്ദർശിച്ച് വൊളാറ്റൻ പാർക്കിൽ പ്രഭാത ഭക്ഷണത്തിനായി നിർത്തിയപ്പോഴായിരുന്നു സംഭവം. മോഷണം നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിൽ പാസ്പോർട്ട്, പണം, മറ്റു രേഖകൾ എന്നിവയുൾപ്പെടെയുള്ള യാത്രയ്ക്ക് വേണ്ട ഒട്ടേറെ അവശ്യ വസ്തുക്കളും ഉണ്ടായിരുന്നു. 4 പേർ ചേർന്ന് ചുറ്റിക ഉപയോഗിച്ച് ലോക്ക് തകർത്ത് മോട്ടോർ ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു. ഇതിനോടകം അദ്ദേഹം 17 രാജ്യങ്ങളിലൂടെ 24,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു കഴിഞ്ഞു. യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ ആഫ്രിക്കയിലേക്ക് പോകേണ്ടതായിരുന്നു. മോട്ടോർ ബൈക്കോ രേഖകളില്ലാത്തതുകൊണ്ട് സഹായം തേടുകയാണ് അദ്ദേഹം. ഇനി നാട്ടിലെ വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ SI അടക്കം 4 പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് തല്ലിച്ചതച്ച സംഭവത്തിൽ കടുത്ത നടപടി വേണമെന്ന് പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ. മർദ്ദിച്ചവരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കും. തുടർ നടപടിക്ക് നിയമസാധ്യത പരിശോധിക്കുവാൻ ഉത്തരമേഖല IGക്ക് DGP നിർദ്ദേശം നൽകി. മർദ്ദനം അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും DGP ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണുണ്ടായതെന്നും അത് സ്വതന്ത്ര സമരമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലോകത്ത് ശാശ്വതമായ സമാധാനമുണ്ടാക്കുവാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം പെരിങ്ങൽ ശാഖ നിർമ്മിച്ച ശ്രീനാരായണീനം കൺവെൻഷൻ സെന്ററിലെ ഉദ്ഘാടന വേളയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതിനു ശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. വർഗീയ വിഷം ചീറ്റാൻ ഗുരുദർശനങ്ങളെ തന്നെ ദുരുപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കുവാൻ തനിക്ക് 20 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതായി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്. ആദ്യം 10 ലക്ഷമായിരുന്നു വാഗ്ദാനം, പിന്നീട് 20 ലക്ഷമായി. അതിൽ കൂടുതൽ ചോദിച്ചാലും അവർ നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നതിൽ ഉറച്ചുനിന്നു. മർദ്ദിച്ച പോലീസുകാരല്ല, വേറെ ഉദ്യോഗസ്ഥരാണ് സമീപിച്ചത്. ഇവർ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തി. ചുമരിനോട് ചേർത്ത് നിർത്തി കാൽ നീട്ടിവെച്ചാണ് കാലിനടിയിൽ ലാത്തിക്കൊണ്ട് തല്ലിയത്. തല്ലിച്ചതച്ച ശേഷം നിവർന്ന് ചാടാൻ പറഞ്ഞു. അങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും നൽകിയില്ല. ചെവിക്കിപ്പോഴും വേദനയുണ്ട്, തുടർ ചികിത്സ വേണമെന്നും സുജിത് പറഞ്ഞു. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങി. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയുമായി വിപണി സജീവം. തിരുവോണത്തിന് ഒരു നാൾ മാത്രം ബാക്കിയിരിക്കെ ആളുകളെല്ലാം ഓണക്കോടിയും ഓണസദ്യക്കായുള്ള സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കിലാണ്. വിപണി ചൂടുപിടിച്ചതോടെ നഗരവീഥികളെല്ലാം ദിവസങ്ങളായി തിരക്കിലമർന്നിരിക്കുകയാണ്. വസ്ത്രവ്യാപാരശാലകളിലും മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം കച്ചവടം പൊടിപൊടിക്കുകയാണ്. വഴിവാണിഭങ്ങളും ഓണച്ചന്തകളും മേളകളിലും തിരക്കുണ്ട്. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും രാത്രി വൈകിയും പ്രവർത്തിക്കുന്നു. ജ്വല്ലറി, ഇലക്ട്രോണിക് ഫർണിച്ചർ ഷോറൂമുകളും കച്ചവടം തകൃതിയായി നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ ലൈമിന്റെ ഉത്രാടാശംസകൾ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരുടെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ട്രിവാൻഡ്രം അവസാന മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ 110 റൺസിന്റെ റെക്കോർഡ് മാർജിനിൽ കീഴടക്കി. KCകൾ 2ാം സീസണിൽ നിന്ന് വിടവാങ്ങി. അവസാന 2 കളികളിലും ജയിച്ച 6 പോയിന്റുമായിട്ടാണ് കഴിഞ്ഞ തവണത്തെ 3ാം സ്ഥാനക്കാരായ സെമി കാണാതെയുള്ള ട്രിവാൻഡ്രത്തിന്റെ മടക്കം. ട്രിവാൻഡ്രം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുത്തപ്പോൾ ആലപ്പി 17 ഓവറിൽ 98 ഓൾ ഔട്ട്. 18 റൺസ് മാത്രം വഴങ്ങി ആലപ്പിയുടെ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ പേസർ അഭിജിത്ത് പ്രവീണാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. തൃശൂരിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച നായകൻ കൃഷ്ണപ്രസാദ് ഇന്നലെയും മറ്റൊരു സെഞ്ചുറിക്കരികിലെത്തിയെങ്കിലും 90 റൺസിന് പുറത്തായി.
ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.39 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio